വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവ്യൂ ആട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിത് റിവ്യൂ ചെയ്യാൻ പോകുന്നത് മാമേർത്തിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഈ മോയ്സ്ചറൈസർ ഞാൻ ഈയിടെ വാങ്ങിയതാട്ടോ. ഇതിന് മുന്നേ ഒന്നും ഞാനിത് യൂസ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആട്ടോ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആണ് മാമേർത്തിൻ്റെ ആ ഒരു മോയ്സ്ചറൈസർ. ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ മുകളിൽ ചെറുത് ഈ രീതിയിൽ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനുള്ളിലെ മോയ്സ്ചറൈസറിൻ്റെ ക്രീമിനും ഏകദേശം ഈ ഒരു കളറൊക്കെ വരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ കളർ ശരിക്കും വൈറ്റ് കളറായിട്ടോ ക്രീമിൻ്റെ കളർ വേണ്ടത്. നല്ല റെഡ് കളറാണെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. അതൊരു വൈറ്റ് കളറിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില പറയുന്നത് ഒരു 129 രൂപയാണ്. നേരത്തെ ഇതിനൊരു 149 രൂപ അതിൽ കൊടുത്തേക്കുന്ന MRP. പിന്നെ അത് കുറഞ്ഞിട്ട് ഇപ്പം 129 രൂപയുള്ളെന്ന് തോന്നുന്നു കേട്ടോ. നേരത്തെ ഫ്ലിപ്കാർട്ടിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഞാനത് ഇപ്പം മേടിച്ചത് ഞാൻ പുറത്തുനിന്നാണ് വാങ്ങിയത് കേട്ടോ. അതായത് ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കിയപ്പോഴും ഇതിൻ്റെ വില ഏകദേശം ഈ ഒരു റേറ്റ് അടുത്ത് വരുന്നുണ്ട്. ഏതാണ്ട് 1-2 രൂപയിൽ ഇത്തിരി വ്യത്യാസം വന്നാലേ ഉള്ളൂ. പക്ഷേ ഏകദേശം ഈ ഒരു പ്രൈസ് തന്നെയാട്ടോ വരുന്നത്. മാമേർത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും പൊതുവേ നല്ലതായതുകൊണ്ടാണ് ഇത് ഞാൻ വാങ്ങി യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാനതങ്ങനെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ നേരത്തെ ഇതുപോലെ തന്നെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ആട്ടോ. അതും അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ സ്മെല്ല് തൊട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രീം വന്നേക്കുന്നത് ഇതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് കളർ ക്രീം ആട്ടോ. നമ്മുടെ ബീറ്റ്റൂട്ടിന്റെ യാതൊരുവിധ ബന്ധവുമില്ല. കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും ആ കവറിലുള്ള ഒരു ഇതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ സ്മെല്ല് വന്നേക്കുന്നത് ഏകദേശം പോൺസിന്റെ അതേ ക്രീമിന്റെ സ്മെല്ല് തന്നെയാട്ടോ ഇതിന് വന്നേക്കുന്നത്. ഞാൻ ഈ ക്രീം വാങ്ങിയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ദേവീനി മാറിപ്പോയത് മോയ്സ്ചറൈസർ പോൺസിന്റെ തന്നെയാണോ എന്ന് ഓർത്തു. കറക്റ്റ് ഒരു വ്യത്യാസമില്ലാതെ ആ ഒരു സ്മെല്ല് തന്നെയാട്ടോ ഇതിന്റെ സ്മെല്ല് വന്നേക്കുന്നത്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സ്മെല്ലായിരിക്കും എന്നൊക്കെയാണ്. ചിലപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്മെല്ലാന്നൊക്കെ ഞാൻ വിചാരിച്ചു. കാരണം ബീറ്റ്റൂട്ടിൻ്റെ ഒക്കെ ആയതുകൊണ്ട് എങ്ങനെയാണ് സ്മെല്ലും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇത് പോൺസിൻ്റെ അതേ ക്രീമിൻ്റെ സ്മെല്ല് തന്നെ ഇതിൻ്റെ സ്മെല്ല് വന്നേക്കുന്നത്. പിന്നെ മാമേർത്തെന്ന് എഴുതിയിട്ടുള്ള ചെറിയൊരു എംബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാ പ്രോഡക്റ്റിലും അങ്ങനെ ഉണ്ട്. അതേ കളറിൽ തന്നെ സെയിം ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നത് കേട്ടോ. കൊടുത്തേക്കുന്നത് ബീറ്റ്റൂട്ട് ഹൈഡ്രാ ഫുൾ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് 24 hours മോയ്സ്ചറൈസിങ് ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ആ സ്മെല്ല് അങ്ങോട്ട് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങ് പോകുന്ന പോലെ തോന്നി. ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതിൻ്റെ സ്മെല്ല് നിൽക്കുന്നില്ല. പക്ഷേ മോയ്സ്ചറൈസർ സൂപ്പറാണ്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും കണ്ടില്ല. പിമ്പിൾസ് ഒന്നും ഇല്ല. പിന്നെ ഓയിൽ സ്കിൻ ആയിട്ടുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നി. ഒരുപാട് ഓയിലി അല്ല കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ഓയിൽ കണ്ടന്റ് ഉണ്ടെന്നേ ഉള്ളൂ. എന്നാൽ ഒരുപാട് ഓയിലി ആയിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് പിമ്പിൾസ് ഒക്കെ ഒത്തിരി വരാതിരിക്കാനായിട്ടൊക്കെ നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഡ്രൈ സ്കിന്നുകാർക്കും നല്ലതായിരിക്കും. 2 സ്കിന്നുകാർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഫേസിൽ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് ഒബ്സർവ് ആയി പോട്ടോ. ഇതേപോലെ നമ്മൾ കുറച്ച് ഫേസിലിട്ട് കഴിയുമ്പോഴത്തേക്കിനും ഇത് എങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ഇല്ലാതായി. ഒരുപാട് ഫേസിൽ അങ്ങനെ കട്ട പിടിച്ചിട്ടൊന്നും ഫേസിൽ അങ്ങനെ ഇരിക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഫേസിൽ ഒബ്സർവ് ആയി പോകുന്നുണ്ട്. സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി സ്മെല്ലാണ്. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈസിലുള്ള ഒരു മോയ്സ്ചറൈസർ ആയിട്ട് തോന്നി. 129 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആട്ടോ. അത് യൂസ് ചെയ്യുന്നവർക്കൊക്കെ സൂപ്പർ. അതിൽ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഒരുപാട് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലൊന്നുമില്ല. ലൈറ്റ് സ്മെല്ല് തന്നെയാണ്. പോൺസിൻ്റെ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസർ പോലെ തന്നെ കേട്ടോ. വലിയ വ്യത്യാസവും കാര്യങ്ങളും ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ആ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നവർക്ക് ഇതും സ്വാഭാവികമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഫേസിലിട്ട് കഴിയുമ്പോൾ ചെറിയൊരു കൂളിംഗ് ഒക്കെ ഉണ്ട്. ചെറിയ എന്തോ ഒരു എന്താ പറയുക പുകയുന്ന പോലെ ചെറിയൊരു ഇതേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് ചിലപ്പോൾ ഫേസ് നമ്മൾ ആദ്യമായിട്ട് ഇടുന്നത് കൊണ്ടായിരിക്കും. ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ചിലപ്പോൾ നമ്മൾ ഇട്ട് നോക്കുന്നത് കൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഇതൊക്കെ മാറിയേക്കാം. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി മോയ്സ്ചറൈസർ. അപ്പോൾ വാങ്ങിക്കുന്നവരുള്ളവർ വാങ്ങിച്ചോളൂ കേട്ടോ. എന്തായാലും ഈ ഒരു മോയ്സ്ചറൈസർ സൂപ്പറാണ്. ഇതിൻ്റെ വിലയും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു വില കേട്ടോ. പ്രൈസ് ഒരുപാട് വലിയ വിലയൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ചെറിയ വിലയിലുള്ള മോയ്സ്ചറൈസറാണ്. ബാക്കിയുള്ള മോയ്സ്ചറൈസറൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേനും നമ്മുടെ പോൺസിൻ്റെ ഒക്കെ മോയ്സ്ചറൈസർ ചെറിയ മോയ്സ്ചറൈസർ ഉണ്ട്. അതിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നി കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളൊരു മോയ്സ്ചറൈസർ എനിക്ക് അതിൽ തോന്നിയിട്ടില്ല. നമ്മുടെ പോൺസിൻ്റെ ചെറിയ മോയ്സ്ചറൈസറും അത്യാവശ്യം ചെറുതൊക്കെ ഒരു എന്താ പറയുക പാക്കിങ് ചെറിയൊരു പാക്കിങ്. പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതിന് ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിനും അത്യാവശ്യം ക്വാളിറ്റിയും ക്വാണ്ടിറ്റി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങി യൂസ് ചെയ്യുന്നവരൊക്കെ യൂസ് ചെയ്തോളൂ. ഒരു കുഴപ്പമില്ല. അടിപൊളി മോയ്സ്ചറൈസർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിയതിന് ശേഷം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടി ഒന്ന് ചെയ്ത് നോക്കിയേക്കാം കേട്ടോ.
പിന്നെ ഫേസ് നല്ലൊരു ഗ്ലോ ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഫേസിൽ കുറച്ചിട്ടപ്പോൾ തന്നെ അത്യാവശ്യം ചെറിയൊരു ഗ്ലോയിങ് ആയിട്ട് തോന്നുന്നില്ലേ? അപ്പൊ ആ ഒരു ഗ്ലോ ഒക്കെ ചെറിയതായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള മോയ്സ്ചറൈസറിനെ വെച്ച് നോക്കി ഇച്ചിരി ഗ്ലോ ഒക്കെ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു മോയ്സ്ചറൈസർ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേട്ടോ, ഒരു കുഴപ്പമില്ല. വേറൊരു വീഡിയോയിലൂടെ ഇതേപോലെ കാണാം. ടാറ്റാ.